ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമായി പോയി. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയല്ലേ? ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട, വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ? എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. അല്ല, അതൊന്നും ശരിയായ നടപടിയല്ല. പ്രതികാര നടപടികളും ഭീഷണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ ആശാ വർക്കർമാരും ഞങ്ങളും കൂടി നേരിടും എന്ന് തന്നെയാണ് പറയാറ്. ഇപ്പോൾ CPI അടക്കം ഇതിൽ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങളെ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കിനൊന്നും ഒരു വില ആരും കൽപ്പിക്കുന്നില്ല. അതൊക്കെ പഴയ കാലത്തെ CPI ആണ്. ഇപ്പോഴത്തെ CPIക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു തൻ്റെ ഇടമോ ആർജവമോ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കുകയാണ്. ഒന്നുമല്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ സമരം ചെയ്യുന്നത്. പട്ടിണി കിടക്കുന്നവരോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളാരും റാഞ്ചാനും പിടിക്കാനും ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, ഞങ്ങളുടെ പാർട്ടിക്കാരും ഉണ്ട്. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ സമരത്തെ അനുഭാവപൂർവ്വം കണക്കിലെടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടി. ഇവർ പാവങ്ങൾ 232 രൂപ ഒരു ദിവസം കിട്ടിയാൽ ഇവരെങ്ങനെ ജീവിക്കും? ന്യായമല്ലേ അവരുടെ ആവശ്യം? അപ്പോൾ സർക്കാർ വക്കീലന്മാർക്കും PSC മെമ്പർമാർക്കും വാരിക്കോരി കൊടുത്ത ഗവൺമെൻറ് എന്തുകൊണ്ട് ഇവരെ കേൾക്കുന്നില്ല, ഇവരെ കാണുന്നില്ല, ഇവരോട് സംസാരിക്കുന്നില്ല? ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആരോഗ്യമന്ത്രി യോഗം വിളിച്ചത്. എനിക്കറിയാം ആരോഗ്യമന്ത്രിക്ക് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതാണ്. ധനകാര്യമന്ത്രി ഇടപെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇടപെട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. ഇടുക്കിയിൽ അനധികൃത പാറ ഖനനം നടത്തുന്നത് മുഴുവൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി വർഗീസിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമികളാണ്. അവിടെ നടക്കുന്ന എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. സർക്കാർ ഈ അന്വേഷണത്തിൽ നമുക്ക് വിശ്വാസമില്ല. ഇതിന് അടിയന്തരമായി ഇതിനെപ്പറ്റി ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അവിടെ നടക്കുന്ന എല്ലാ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും കോറികളും എല്ലാം CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ്, അദ്ദേഹത്തിൻ്റെ ബിനാമികളാണ്. എന്നിട്ടും ഗവൺമെൻറ്റും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.